നമസ്കാരം. എൻ്റെ പേര് സാരംഗ് എന്നാണ്. ആലപ്പുഴ ജില്ലയിൽ തുറവൂരാണ് എൻ്റെ സ്ഥലം. ഞാനൊരു സിനിമാ മോഹിയാണ്. അതായത് സിനിമയോട് ആഗ്രഹമുള്ള ഒരാളാണ്. നല്ല നല്ല സിനിമകളിൽ വർക്ക് ചെയ്യണം, നല്ല നല്ല സിനിമകൾ ചെയ്യണമെന്നൊക്കെ ഒരു ആഗ്രഹമുള്ള ഒരാളാണ്. അപ്പോൾ ഇതുവരെയായിട്ടും സിനിമയിലേക്ക് എത്തിപ്പെട്ട് അതിൽ എൻ്റെ നാട്ടിലുള്ള കുറേ ചേട്ടന്മാരുടെയും അതേപോലെ നമ്മുടെ വീട്ടുകാരുടെ എല്ലാവരുടെയും അച്ഛൻ്റെയും അമ്മയുടെയും എല്ലാവരുടെയും സപ്പോർട്ടൊക്കെ കൊണ്ട് നമ്മൾ സിനിമയിലേക്ക് എത്തിപ്പെട്ട് നമ്മുടെ ആഗ്രഹം പോലെ എല്ലാവരുടെയും സപ്പോർട്ടുമുണ്ട്. അപ്പോൾ നമ്മളുടെ ഓരോ വിജയത്തിനും നമ്മുടെ കൂട്ടത്തിൽ നിന്ന്, അതായത് ഓരോ ലൊക്കേഷനിൽ ചെല്ലാൻ നേരത്തും സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരുണ്ട്, അതേപോലെ കോളേജിൽ പഠിക്കുന്ന സ്റ്റുഡൻസും ഉണ്ട്. അപ്പോൾ ഇവരെല്ലാവരും നമ്മുടെ സപ്പോർട്ട് നമ്മുടെ കൂട്ടത്തിൽ തന്നെ നിൽക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഓരോ ലൊക്കേഷനിൽ ചെല്ലാൻ നേരത്തും നമുക്കൊരു ഭയങ്കര ഒരു എനർജിയാണ്. അപ്പോൾ നമ്മളുടെ ഓരോ വിജയത്തിൻ്റെ പിന്നിൽ നമുക്ക് ഓരോരുത്തരുടെ സപ്പോർട്ട് ഇല്ലാണ്ട് മുന്നോട്ട് പോകാനായിട്ട് പറ്റത്തില്ല. അത് നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ ആയിക്കോട്ടെ, അതേപോലെ നമ്മുടെ സമൂഹത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇത് പോലീസ് ഉദ്യോഗസ്ഥരായിക്കോട്ടെ, അതേപോലെ തന്നെ വക്കീൽ സാറുമാരായിക്കോട്ടെ, നമ്മളെ പഠിപ്പിച്ച ടീച്ചർമാർ, സാറുമാർ, ഇവരൊക്കെ ആയിക്കോട്ടെ. അപ്പോൾ ഇവരുടെ എല്ലാം സപ്പോർട്ട് ഇല്ലാണ്ട് ഒരിക്കലും നമുക്ക് ഓരോ കാര്യങ്ങൾക്ക് പോലും മുന്നോട്ട് പോകാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞു മക്കളോടൊക്കെ തന്നെയാണ്. അപ്പോൾ വീട്ടുകാർ പറയണത് കേൾക്കുക, അതേപോലെ നമ്മുടെ കൂട്ടത്തിൽ നിൽക്കുന്ന നമ്മുടെ ചേട്ടന്മാർ പറയണത് കേൾക്കുക, അതേപോലെ തന്നെ ഈ സമൂഹത്തിലേക്ക് വന്നിട്ടുണ്ട് ഇവരെല്ലാവരും പറയണ നല്ല കാര്യങ്ങൾ മാത്രം ഉൾക്കൊണ്ടിട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഈ ചെവിക്കൂടി കേട്ട് അപ്പുറത്തെ ചെവിക്കൂടി വിടുക. അപ്പം നിങ്ങളുടെയൊക്കെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ എന്താണ്, അതേപോലെ തന്നെ ഓരോ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോവുക. പിന്നെ നമ്മളുടെ കൂട്ടത്തിൽ തന്നെ, അതായത് നമ്മളുടെ കൂട്ടത്തിൽ തന്നെ നിന്നുകൊണ്ട് നമ്മുടെ ഓരോ വളർച്ചയെ, അതായത് നമ്മൾ ഓരോ സിനിമയൊക്കെ നല്ല രീതിയിൽ ചെയ്തു പോകുമ്പോൾ നമ്മളുടെ കൂട്ടത്തിൽ തന്നെ ഇഷ്ടമില്ലാത്ത ഒരുപാട് പേരുണ്ട്. അവരുടെ മനസ്സിലുള്ള വിഷം നമുക്ക് കഴിക്കാവുന്ന ഭക്ഷണത്തിലായിക്കോട്ടെ, വെള്ളത്തിലായിക്കോട്ടെ, അവരെ കലർത്തിയിട്ട് നമ്മളെ കൊണ്ട് അത് കഴിപ്പിക്കും. അപ്പം ഇത് നമ്മുടെ കൂട്ടത്തിൽ തന്നെയുള്ള ആൾക്കാരെ ആണെങ്കിൽ തന്നെ അത് നമ്മൾ തിരിച്ചറിയുക. നല്ല ആൾക്കാരെയും തിരിച്ചറിയുക, അല്ലാത്ത ആൾക്കാരെയും നമ്മൾ തിരിച്ചറിയുക. ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് വേണം എല്ലാ നമ്മുടെ കൂട്ടുകാരാണേലും നമ്മുടെ സുഹൃത്തുക്കളാണേലും നമ്മുടെ മക്കളാണേലും എല്ലാവരും ഇത് മനസ്സിലാക്കി തന്നെ മുന്നോട്ട് പോകുക. പിന്നെ എൻ്റെ ഈ സിനിമയുടെ തുടക്കത്തിലേക്ക് ഞാൻ വരാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ നാട്ടിലുള്ള റിതം ബോയ്സ് എന്ന് പറഞ്ഞൊരു ട്രൂപ്പ് ഉണ്ടായിരുന്നു. അവിടുത്തെ എൻ്റെ അണ്ണന്മാർക്ക് എല്ലാവർക്കും സ്നേഹവും നന്ദിയുണ്ട്. ഇനിയും സപ്പോർട്ട് ചെയ്യുക, ഇനിയും എല്ലാ കാര്യങ്ങളിലും ഇതേപോലെ തന്നെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുക. ശരി.